ഖുർആൻ ക്ലാസ്സിൽ കഴിഞ്ഞ അധ്യായം സൂറത്തുൽ ഇൻഫിത്താർ, കുറച്ച് വാക്യങ്ങളുള്ള ആ അധ്യായത്തിൽ മക്കയിലെ ചില പ്രമാണിമാരെ പ്രത്യേകം അഭിമുഖീകരിച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുകയും പരലോകത്തിൻ്റെയും ലോകാവസാനത്തിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ പേടിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഏതാണ്ട് അതേ ആളുകളെ തന്നെ അതേ സന്ദർഭത്തിൽ തന്നെ സംബോധന ചെയ്തുകൊണ്ട് അതിൽ പറഞ്ഞ അതേ ആശയങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നതാണ് 25 വാക്യങ്ങളുള്ള ഖുർആനിലെ 84-ാമത്തെ സൂറത്തുൽ ഇൻഷിഖാഖ്. ഖുർആനിൽ മക്കയിൽ അവതരിപ്പിച്ച അധ്യായങ്ങളും ആയത്തുകളും മനുഷ്യരാശിയെ പൊതുവിലോ മനുഷ്യ സമൂഹത്തെയോ സംബോധന ചെയ്തുകൊണ്ട് ലോകാവസാനം വരെയുള്ള മനുഷ്യ കുലത്തിന് എങ്ങനെ ജീവിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന തരത്തിൽ അവതരിപ്പിച്ച വാക്യങ്ങളൊന്നും അല്ല. മറിച്ച് മുഹമ്മദിൻ്റെ മുമ്പിൽ മുഹമ്മദിനെ എതിർത്തുകൊണ്ടും തിരസ്കരിച്ചുകൊണ്ടും മുഹമ്മദിനെ പരിഹസിച്ചുകൊണ്ടും ഉണ്ടായിരുന്ന മക്കക്കാരായിട്ടുള്ള ആളുകളെ, വ്യക്തികളെ തിരഞ്ഞുപിടിച്ച് അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയും അവർക്ക് മറുപടി നൽകുന്നതിന് വേണ്ടിയും അവരെ പല പഴങ്കഥകൾ പറഞ്ഞിട്ടും ലോകാവസാനം പറഞ്ഞും പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും മുഹമ്മദ് അപ്പോൾ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതാണ്. അതൊന്നും പെറുക്കിയെടുത്തിട്ട് ഇന്ന് നമ്മൾ അതിന് ആശയം കണ്ടെത്തി അതിനനുസരിച്ചൊന്നും ഒരു മതം പോലും നമുക്ക് വ്യാഖ്യാനിച്ചുണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പല അഭിപ്രായങ്ങളായിട്ട് ഭിന്നിച്ച് തമ്മിലടിക്കേണ്ടി വരും. അതുതന്നെയാണ് ഇസ്ലാമിൽ സംഭവിച്ചിട്ടുള്ളതും. കാരണം ഇതൊക്കെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും പരസ്പര വിരുദ്ധമായി മുഹമ്മദ് അപ്പോൾ മനസ്സിൽ തോന്നിയത് പറഞ്ഞു പോയതാണ്. അതൊക്കെ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വേണ്ടി ദൈവം ഇറക്കിയതാണ് എന്ന് വിശ്വസിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു നിലവാരമോ അതല്ലെങ്കിൽ പ്രായോഗികതയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മൂർത്തമായ ആശയങ്ങളോ അതിനകത്ത് ഉണ്ടാവണം. അതൊന്നുമില്ല എന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ഒരു വാദമാണ്. ഇതിൻ്റെയൊക്കെ ദൈവീകത എന്ന് പറയുന്നത് വെറും പൊള്ളയാണ്. എന്താണ് ഈ 84-ാമത്തെ സൂറത്ത് ഇൻഷിഖാഖിൽ പറയുന്നത്? അതാരെക്കുറിച്ചാണ്, ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഫിത്താർ എന്ന അധ്യായം ആരംഭിച്ചതുപോലെ തന്നെ അതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായവും ആരംഭിക്കുന്നത്. വാക്കുകളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രം. ഇദസ്സമാഉ നുഷഖത്ത് വ അദിനത്തിൽ റബ്ബിഹ വഹുഖത്ത് വ ഇദൽ അർളു മുദ്ദത്ത് വ അൽഖത്ത് ഫീഹിമ വ തഖല്ലത്ത് വ അദിനത്തിൽ റബ്ബിഹ വഹുഖത്ത്. ഇങ്ങനെയാണ് തുടക്കത്തിലുള്ള 4-5 വാക്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ അത് അതിൻ്റെ റബ്ബിന് ചെവി കൊടുക്കുകയും അത് കടമപ്പെട്ടിരിക്കുന്നതാനും, ഭൂമി പരത്തപ്പെടുമ്പോൾ അതിലുള്ളതിനെ അത് പുറത്തേക്കിടുകയും അത് ഒഴിവായിത്തീരുകയും ചെയ്യുമ്പോൾ അത് അതിൻ്റെ റബ്ബിന് ചെവി കൊടുക്കുകയും അത് കടപ്പെട്ടിരിക്കുന്നതാനും. എന്തെങ്കിലും അർത്ഥമോ ആശയമോ ഇതിനുണ്ടോ? ലോകം അവസാനിക്കാൻ പോകുമ്പോൾ ആകാശം പൊട്ടിപ്പൊളിഞ്ഞ് വീഴുമെന്നും ഭൂമിയിലുള്ള പർവ്വതങ്ങളും കുന്നുകളും ഒക്കെ നിരപ്പാക്കി ആകെ ഒരു മൈതാനം പോലെ പരക്കുമെന്നും ഭൂമിക്ക് അടിയിൽ കിടന്നിരുന്ന മയ്യത്തുകളും അടിയിൽ കിടക്കുന്ന മറ്റു സാധനങ്ങളൊക്കെ പുറത്തേക്ക് തുറിച്ചു വരുമെന്നും ഇതൊക്കെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഒക്കെ കടമയാണെന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഒരു കഥയുമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു. അത് നിൻ്റെ റബ്ബിന് ചെവി കൊടുക്കുകയും അത് കടപ്പെട്ടിരിക്കുന്നതാനും. ഏത്? ഈ ആകാശവും ഭൂമിയൊക്കെ റബ്ബിന് ചെവി കൊടുക്കുന്നു, ചെവി കൊടുക്കൽ റബ്ബിൻ്റെ മുമ്പിൽ അവരുടെ കടമയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നെ ഈ പറഞ്ഞതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു കാര്യമാണ് പറയുന്നത്. 6-ാമത്തെ വാക്യം, ഹേ മനുഷ്യ, നിശ്ചയമായും നീ നിൻ്റെ റബ്ബിലേക്ക് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതാണ്, അങ്ങനെ അവനുമായി കണ്ടുമുട്ടുന്നവനുമാകുന്നു. ഇത് മക്കയിലുണ്ടായിരുന്ന ഏതോ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് അയാളെ താക്കീത് ചെയ്തുകൊണ്ട് മുഹമ്മദ് പറഞ്ഞതാവാനാണ് സാധ്യത. ഇബ്നു അബ്ബാസിൻ്റെയൊക്കെ തഫ്സീറിൽ ആ വ്യക്തിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. അബുൽ അസ്വദ് എന്ന് പറയുന്ന ഒരാളായിരുന്നു എന്നും അയാൾ മക്കയിലെന്തോ ആർട്ട് വർക്ക്, കലാപരമായിട്ടുള്ള എന്തൊക്കെയോ തൊഴിൽ ചെയ്തിരുന്ന ആളാണെന്നും അതുകൊണ്ട് അയാൾക്ക് കുറച്ച് സ്വാധീനവും കുറച്ച് പൈസയും സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ചെയ്തിരുന്ന പ്രവൃത്തിയും അയാളെയും മുഹമ്മദിനൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം മുഹമ്മദിനെ അംഗീകരിക്കാനോ മുഹമ്മദ് പറയുന്ന
കഥകൾ വിശ്വസിക്കാനോ തയ്യാറായില്ല. ഒരുപക്ഷെ മുഹമ്മദിനെ പരിഹസിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹവും ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്തിരുന്ന തൊഴിൽ മുഹമ്മദിനൊട്ടും ഇഷ്ടപ്പെടാത്ത തൊഴിലായിരുന്നിരിക്കാം. അതുകൊണ്ട് അയാളെ താക്കീത് ചെയ്തുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് പറയാണ്, ഹേ മനുഷ്യ, നിശ്ചയമായും നീ നിൻ്റെ റബ്ബിങ്കിലേക്ക് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതാണ്, അങ്ങനെ അവനുമായി കണ്ടുമുട്ടുന്നവനാകുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പശ്ചാത്തലം വായിച്ചപ്പോൾ ഏറെക്കുറെ മനസ്സിലായത്. തുടർന്ന് പറയുന്നത്, എന്നാൽ അപ്പോൾ ഏതൊരുവന് അവൻ്റെ ഗ്രന്ഥം അവൻ്റെ വലങ്കൈയിൽ കൊടുക്കപ്പെട്ടുവോ, എന്നാൽ അവൻ വഴിയെ ലഘുവായ ഒരു വിചാരണ ചെയ്യപ്പെടുന്നതാണ്. അവൻ്റെ സ്വന്തത്തിലേക്ക് സന്തുഷ്ടനായിക്കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യും. ഇത് പരലോകത്തെ മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് സൽക്കർമ്മം ചെയ്ത് ഇസ്ലാമിൽ വിശ്വസിച്ച മുഹമ്മദിൻ്റെ കൂടെ കൂടിയ ആളുകൾ, ആ ആളുകൾ ആരാണ് എന്നും മുഫസ്സിറുകൾ എഴുതി വച്ചിട്ടുണ്ട്. അബൂബക്കറും കൂട്ടരും എന്നാണ് പറയുന്നത്. അനുകൂലമായിട്ട് പറയുന്നതൊക്കെ അബൂബക്കറും കൂട്ടരും എന്നും, അല്ലാതെ പറഞ്ഞതൊക്കെ അന്നത്തെ പ്രമാണിമാരെ പേരും വെച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രമാണിമാരെ പേര് വയ്ക്കുമ്പോൾ ഈ ചരിത്രവും ഈ വ്യാഖ്യാനങ്ങളും ഒക്കെ എഴുതിയ ആളുകൾ അത് എഴുതുന്ന കാലമായപ്പോഴേക്ക് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് കുറേ ആളുകളുടെ പേര് ബോധപൂർവം ഒഴിവാക്കിയിട്ടുണ്ട്. അബൂ സുഫിയാൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പലരുടെയും പേര് ഇവർ പറയുന്നില്ല. എന്നിട്ടും സബബുൻ നുസൂലൊക്കെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ പല ആളുകളുടെയും പേരുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിന് വലിയ അമളി പിണഞ്ഞതായിട്ട് കാണാൻ പറ്റും. കാരണം അള്ളാഹു നരകം വിധിച്ചുകൊണ്ടും ചീത്ത പറഞ്ഞുകൊണ്ടും ആരെയാണോ സംബോധന ചെയ്തതായിട്ട് പറയുന്നത്, ആ ആളുകളിൽ പലരും പിന്നീട് ഇസ്ലാമിലേക്ക് വരികയും ഇസ്ലാമിൻ്റെ പ്രചാരകരും ഇസ്ലാമിന് വേണ്ടി പടപൊരുതുന്നവരുമൊക്കെ ആയി മാറുകയും ചെയ്ത കഥ ചരിത്രത്തിലുണ്ട്. ഈ അധ്യായത്തിൽ തന്നെ അങ്ങനെയുള്ള ചില ആളുകളുടെ കഥ പറയുന്നുണ്ട്. അങ്ങോട്ട് നമുക്ക് വരാം. എന്തായാലും ഇവിടെ മുഹമ്മദിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് കിട്ടാൻ പോകുന്ന സൗകര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവരെ വളരെ ലഘുവായിട്ടേ വിചാരണ ചെയ്യുള്ളൂ. അതിന് മുഹമ്മദ് നൽകുന്ന വിശദീകരണം അവരെ വിചാരണ പോലും ചെയ്യില്ല, അവർക്ക് ആ പുസ്തകം കണ്ട് കൊടുക്കുകയുള്ളൂ. അവരുടെ കർമ്മങ്ങളൊക്കെ എഴുതി വെച്ച മലക്ക് തോളിലിരുന്ന് എഴുതി വെച്ച ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഈ മഹ്ശറയിലെ വിചാരണ വേളയിൽ അവർക്ക് കൊടുക്കും. അപ്പോൾ സൽക്കർമ്മം കൂടുതൽ ചെയ്ത് സ്വർഗത്തിലേക്ക് പോകാനുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ പുസ്തകം വലത്തെ കയ്യിലാണ് കൊടുക്കുക. അവരെയാണ് വലതുപക്ഷക്കാർ എന്ന് ഖുർആൻ പറയുന്നത്. മറ്റേവർ മുഹമ്മദിനെ എതിർത്തിട്ടുള്ള ആളുകളെ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പേരെടുത്ത് പറയാതെ അവരോട് മുഹമ്മദ് ഭീഷണിപ്പെടുത്തുന്നത് അവർക്കുള്ള കർമ്മപുസ്തകം ഇടത്തെ കയ്യിൽ കൊടുക്കുമെന്നാണ് ഖുർആനിൽ ഇതിനു മുമ്പ് ഒരു അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. എന്നാൽ ഈ അധ്യായത്തിൽ വേറെ ഒന്നാണ് പറയുന്നത്. അങ്ങോട്ട് നമുക്ക് വരാം. ഇതിനകത്ത് മറ്റൊരു കോമഡി, ഇപ്പോൾ നമ്മൾ ഈ 9ാമത്തെ വാക്യത്തിൽ വായിച്ചത്, അവർ തൻ്റെ സ്വന്തക്കാരിലേക്ക് സന്തുഷ്ടനായിക്കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ മക്കയിലെ ചില ആളുകളെ മുഹമ്മദ് ഇങ്ങനെ നോക്കി, അവർ വളരെ സന്തോഷമായിട്ടും സുഖമായിട്ടും അവിടെ അവരുടെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നു, ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. അവർക്ക് നല്ല വരുമാനമൊക്കെ ഉണ്ട്, അവർക്ക് നല്ല സ്വാധീനമുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. അവർ സന്തോഷമായിട്ട് അവിടെ ജീവിക്കുന്നു. പക്ഷേ അവർ മുഹമ്മദിനെ തിരസ്കരിക്കുന്നു. അങ്ങനെയുള്ളവരോട് മുഹമ്മദ് പറയുന്നത്, നിങ്ങൾ ഇവിടെ സുഖിച്ചോ, നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷേ പരലോകത്ത് ചെല്ലുമ്പോൾ നിങ്ങളെ പുസ്തകം ബാക്കിൽ കൂടെ അല്ലെങ്കിൽ ഇടത്തെ കയ്യിൽ തരും, നിങ്ങളെ കഠിനമായ വിചാരണയ്ക്ക് വിധേയമാക്കിയിട്ട് നിങ്ങളെ നരകത്തിൽ കൊണ്ടേ പൊരിക്കും എന്ന് പറഞ്ഞിട്ട് അവരെ മുഹമ്മദ് ചീത്ത പറയുകയാണ്. മറിച്ച് മുഹമ്മദിനെ അംഗീകരിച്ചുകൊണ്ട് കൂടെ വന്നിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അബൂബക്കറും കൂട്ടരും കുറച്ച് ആൾക്കാർ, അവരെ സംബോധന ചെയ്തുകൊണ്ട് മുഹമ്മദ് പറയുന്നത്, നിങ്ങൾക്ക് വലം കയ്യിൽ പുസ്തകം തരും, നിങ്ങളുടെ വിചാരണയൊക്കെ വളരെ ലഘുവായിരിക്കും, വിചാരണയൊന്നും ഉണ്ടാവില്ല, നിങ്ങളെ കഷ്ടപ്പെടുത്തൂല, നിങ്ങൾ മരണം കഴിഞ്ഞിട്ട് വിചാരണ വരെയുള്ള കാലദൈർഘ്യം നിങ്ങൾ അറിയ പോലും ചെയ്യില്ല, അത്രയ്ക്ക് നിങ്ങൾക്ക് എല്ലാം ഈസി ആയിരിക്കും, എന്നിട്ട് നിങ്ങളെ സ്വർഗത്തിലേക്ക് പറഞ്ഞുവിടും, ആ സ്വർഗത്തിൽ നിങ്ങളുടെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാവും എന്നാണ് ഇവിടെ ഈ പറഞ്ഞത്. അങ്ങനെയുള്ളവർ അവരുടെ സ്വന്തക്കാരിലേക്ക് സന്തുഷ്ടരായിക്കൊണ്ട് തിരിച്ചു പോകും. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഈ മതം വിശ്വസിച്ച മുഹമ്മദിൻ്റെ കൂടെ കൂടിയ ആൾക്കാർക്ക് സ്വർഗത്തിലെത്തുമ്പോൾ അവരുടെ കുടുംബക്കാർ, അവരുടെ ഭാര്യമാരും മക്കളും അവരുടെ സ്വന്തക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ അതേപോലെ അവിടെ ഉണ്ടാവും. അവരിലേക്ക് ഇവർ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകും എന്നാണ് ഈ 9ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇസ്ലാം പറയുന്ന കഥയുടെ മൊത്തം ആശയം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോഴാണ് ഇതിലെ മണ്ടത്തരം മനസ്സിലാവുക. അതല്ലെങ്കിൽ ഇതിലെ മണ്ടത്തരം ഒന്നും മനസ്സിലാവില്ല. മുഹമ്മദിന് ഇതിലെ ഈ പറയുന്നത് മണ്ടത്തരാണെന്ന് ആ സമയത്ത് തോന്നിയിട്ടില്ല.
അതുകൊണ്ടാണ് മുഹമ്മദ് ഈ മണ്ടത്തരം പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണിത് മണ്ടത്തരമാണെന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യയും മക്കളും നിങ്ങളുടെ കുടുംബക്കാരും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടാവുന്നു. നിങ്ങൾക്ക് അവരുടെ കൂടെ കൂടിയിട്ട് സന്തോഷമായിട്ട് അവരുടെ കൂടെ കുടുംബജീവിതം നയിക്കാൻ പറ്റും എന്നുമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുദ്ദേശിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അവരുടെ സ്വന്തക്കാരിലേക്ക് സന്തുഷ്ടരായിക്കൊണ്ട് തിരിച്ചു പോകുന്നു. ഇത് പ്രായോഗികമാക്കാൻ അള്ളാഹിനെ കൊണ്ട് കഴിയുമോ? ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ട് കഴിയില്ല? കാരണം കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റില്ലായിട്ടല്ല നിൽക്കുന്നത്. മുഹമ്മദിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ആ വ്യക്തികൾ, മുഹമ്മദിൻ്റെ മുമ്പിൽ ജീവിച്ചിരുന്ന ആ കാലത്ത് അവരുടെ അപ്പോഴത്തെ പ്രായവും അവരുടെ അപ്പോഴത്തെ കുടുംബസ്ഥിതിയും ഇതൊന്നും സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. എന്ന് മാത്രമല്ല, ഈ പറയുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ബാധകമാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അവിടെ സുഖിക്കാം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മക്കൾ അപ്പോൾ അവിടെ ഏത് പ്രായത്തിലായിരിക്കും നിങ്ങളുടെ കൂടെ ജനിക്കുക? നിങ്ങൾ ഏത് പ്രായത്തിലായിരിക്കും അവിടെ ജനിക്കുക? നിങ്ങൾ മരിക്കുന്ന സമയത്തെ പ്രായമാണ് എന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് എത്ര പ്രായമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേരക്കുട്ടികളുണ്ടെങ്കിൽ ആ പേരക്കുട്ടികൾക്ക് എത്ര പ്രായമുണ്ടോ, നിങ്ങളുടെ ഭാര്യയ്ക്ക് എത്ര പ്രായമുണ്ടോ, അതേ പ്രായത്തിൽ അതേ രൂപത്തിലുള്ള ഭാര്യയും മക്കളും പേരമക്കളും ഒക്കെ നിങ്ങളുടെ കുടുംബമായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഈ പറയുന്നത് പ്രായോഗികമാവുള്ളൂ. എന്നാൽ നിങ്ങൾ മരിച്ചു പോയതിന് ശേഷം നിങ്ങളുടെ മക്കൾ ഇവിടെ വളർന്ന് വലുതായി ഒരുപക്ഷെ നിങ്ങൾ ജീവിച്ചതിനേക്കാൾ കൂടുതൽ കാലം അവർ ജീവിച്ചിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു 60 വയസ്സിൽ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ 90 വയസ്സിലാവും മരിച്ചിട്ടുണ്ടാവുക. അവരുടെ മക്കൾ നിങ്ങളുടെ പേരക്കുട്ടികളായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചെറിയ കുട്ടികൾ അവരും അതുപോലെ വലിയ വളർന്ന മനുഷ്യരായിട്ട് അവരും 90-100 വയസ്സ് വരെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ മുൻ തലമുറ, നിങ്ങളുടെ ബാപ്പയും ബാപ്പാൻ്റെ ബാപ്പയും ഒക്കെ ഇതേപോലെ ജീവിച്ച് മരിച്ചു പോയവരാണ്. അപ്പോൾ ഈ പറഞ്ഞ നിർദ്ദേശം, നിങ്ങൾക്ക് സ്വർഗത്തിൽ നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം സുഖമായിട്ട് കഴിയാമെന്ന് പറയുന്ന ഈ കോമഡി ഏത് തലമുറയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു നിശ്ചിത സമയത്ത് മരിച്ച അപ്പോൾ ഉള്ള ആ സ്റ്റിൽ അവസ്ഥയിൽ മാത്രം പുനരുജ്ജീവിച്ചാലല്ലേ ഇത് സാധ്യമാവുള്ളൂ. അതല്ലെങ്കിൽ ഈ പറഞ്ഞത് എല്ലാവർക്കും എങ്ങനെയാണ് ബാധകമാവുക? നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ കുട്ടികളായിട്ടുണ്ടെങ്കിലല്ലേ ഈ പറഞ്ഞ സുഖം സന്തോഷം നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങളുടെ ഭാര്യയും മക്കളും നിങ്ങൾ മരിക്കുമ്പോൾ ഉള്ളതുപോലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിശ്ചിത പ്രായത്തിലുള്ളപ്പോഴോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രായത്തിലോ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ കുടുംബം എന്ന രീതിയിൽ നിങ്ങൾക്ക് അവിടെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് 60 വയസ്സായപ്പോൾ നിങ്ങൾ മരിച്ചുപോയി, നിങ്ങളുടെ മക്കൾ 90 വയസ്സ് വരെ ജീവിച്ചിരുന്നു എങ്കിൽ ആ മക്കൾ അവിടെ 90 വയസ്സായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിൽ ആ മക്കൾ അവിടെ ഉണ്ടാവും. ആ മക്കളുടെ കൂടെ അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും ഉണ്ടാവും. പക്ഷെ അവരുടെ മക്കളും ഇതേപോലെ ഇവരെക്കാളും പ്രായമുള്ളവരോ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തവരായിരിക്കും. അങ്ങനെ ആർക്കും പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഓരോരുത്തരും അവരവർ മരിച്ചിരുന്ന പ്രായത്തിലാണ് അവിടെ പുനരുജ്ജീവിപ്പിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ സ്വർഗത്തിൽ സുഖിക്കാൻ പറ്റുക? നിങ്ങളുടെ ഭാര്യയും മക്കളൊക്കെ വളർന്ന് വലുതായിട്ടുണ്ടാവില്ലേ? അവർക്കും ഈ നിർദ്ദേശം ബാധകമല്ലേ? അതുപോലെ നിങ്ങളുടെ വാപ്പാൻ്റെ മുമ്പിൽ നിങ്ങളുടെ വാപ്പാക്ക് ഈ പറഞ്ഞ നിർദ്ദേശം സാധ്യമാകണമെങ്കിൽ നിങ്ങൾ കുട്ടിയായിട്ട് വാപ്പാൻ്റെ കൂടെ ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും കൂടെ നിങ്ങൾ കുട്ടിയായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും അവർക്ക് സന്തോഷകരമായ അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. പക്ഷേ മനുഷ്യരിങ്ങനെ അനേക തലമുറകളായിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ ഇങ്ങനെ ചങ്ങല പോലെ തലമുറകളായിട്ട് ഇവിടെ ജീവിക്കുകയാണ്. ഓരോരുത്തരുടെയും പിൻഗാമികളായിട്ട് അനേകം മക്കളും മക്കളും അവരുടെ മക്കളൊക്കെ ആയിട്ട് ശാഖോപശാഖകളായിട്ട് പിരിഞ്ഞു പോയി വയസ്സായി മരിച്ചു പോയിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർ. അതുപോലെ തന്നെ അവരുടെ മുൻ തലമുറയും അങ്ങനെ തന്നെ. അപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്കൊരു കുടുംബത്തിൻ്റെ അവസ്ഥ, പഴയ കുടുംബത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് പുനഃസ്ഥാപിച്ച് തരാൻ പറ്റുക? അങ്ങനെ പുനഃസ്ഥാപിച്ച് വന്നു കഴിഞ്ഞാൽ ആ ആളുകൾക്ക് ഈ നിർദ്ദേശം എങ്ങനെയാണ് ബാധകമാവുക? അപ്പോൾ ഇതൊട്ടും പ്രായോഗികമല്ലാത്ത ഒരു മണ്ടത്തരമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതല്ല, ഈ എല്ലാവരെയും ഈ ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിന് മുഹമ്മദ് നബി പറഞ്ഞു കൊടുത്ത ഒരു പരിഹാര മാർഗം കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ പറഞ്ഞു. അതിനേക്കാൾ വലിയ മണ്ടത്തരാണ്. എല്ലാവരും 33 വയസ്സിലാണ് അവിടെ ജനിക്കുക എന്ന് പറയും. അപ്പോൾ ഈ 33 വയസ്സുള്ള കുറേ ആൾക്കാരെ ഒരുമിച്ചാക്കിയിട്ട് അവരിൽ നിന്ന് നിങ്ങളെ മക്കളും മക്കളെ മക്കളും നിങ്ങളെ വാപ്പയും നിങ്ങളെ വാപ്പാൻ്റെ വാപ്പയും ഇവരൊക്കെ കൂടെ 33 വയസ്സായിട്ട് അവിടെ കിടന്ന് കറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് കുടുംബത്തിൻ്റെ സന്തോഷമാണ് കിട്ടാൻ പോകുന്നില്ല? അവിടെ എവിടെ കുടുംബം? അവിടെ നിങ്ങൾക്കൊരു കുടുംബവും അനുഭവിക്കാൻ പറ്റില്ലല്ലോ.
നിങ്ങൾ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് അവരിലേക്ക് തിരിച്ചു പോകുമെന്ന് പറയുന്നത്, ഇത് പറയുന്ന സന്ദർഭത്തിൽ അവിടെ മുഹമ്മദിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ചില വ്യക്തികൾക്ക് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ആ സമയത്ത് അവിടെ കണ്ട കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞ മണ്ടത്തരാണ്. ഇത് പരലോകത്ത് പ്രാവർത്തികമാക്കുക എന്നത് ഒരു തരത്തിലും സാധ്യമായ കാര്യമല്ല. ഇത് വെറും ഒരു കോമഡിയാണ്, ശുദ്ധ അസംബന്ധമാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. 10-ാമത്തെ വാക്യം, ഏതൊരുവന് അവൻ്റെ ഗ്രന്ഥം അവൻ്റെ മുതുകിൻ്റെ പിന്നിലൂടെ കൊടുക്കപ്പെട്ടുവോ അവൻ വഴിയെ നാശത്തെ വിളിക്കുന്നതാണ്, ആളിക്കത്തുന്ന അഗ്നിയിൽ അവൻ കടന്നെരിയുകയും ചെയ്യും. അപ്പോൾ മുഹമ്മദിനെ ധിക്കരിച്ച, മുഹമ്മദിനെ തിരസ്കരിച്ച മക്കക്കാരോടാണ് ഇത് പറയുന്നത്. അവർക്ക് പരലോകത്ത് അവരുടെ ഗ്രന്ഥം ഇടത്തെ തോളിലിരുന്നു കൊണ്ട് മലക്ക് എഴുതിയിട്ടുള്ള, അവർ ചെയ്തിട്ടുള്ള ദുഷ്പ്രവൃത്തികളുടെ മുഴുവൻ രേഖ, ആ രേഖ പിന്നിൽ കൂടെ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്, മുതുകിൻ്റെ പിന്നിൽ കൂടെ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് ഇവിടെ പറയുന്നത്. നേരത്തെ ഒരു അധ്യായത്തിൽ പറഞ്ഞത് ഇടത്തെ കയ്യിൽ കൊടുക്കും, അങ്ങനെയാണ് അവർ ഇടതുപക്ഷക്കാരായത് എന്നാണ്. ഇവിടെ ഇടത്തെ കയ്യിൽ കൊടുക്കും എന്ന് ഒരിക്കൽ പറഞ്ഞ് മുതുകിൻ്റെ പുറകിൽ കൂടെ കൊടുക്കും എന്ന് ഇവിടെ പറഞ്ഞു. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി വ്യാഖ്യാതാക്കൾ പല തരികിടകളും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ മൗദൂദി അതിന് പറഞ്ഞിട്ടുള്ള ഒരു വ്യാഖ്യാനം, ഇടത്തെ കയ്യിൽ കിട്ടും ഈ കിതാബ് എന്ന് അറിയാവുന്നത് കൊണ്ട് ഈ ദുഷ്ടന്മാരായ അവിശ്വാസികൾ തങ്ങളുടെ ഇടത്തെ കൈ പുറകിലേക്ക് പിടിച്ചുകൊണ്ടിരിക്കും, ആരും കാണാതിരിക്കാൻ നാണക്കേട് കൊണ്ട് എന്ന്. അപ്പോൾ ഇടത്തെ കയ്യിൽ മലക്ക് കൊണ്ടുവന്നിട്ട് കിതാബ് കൊടുക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിട്ട് ഇത് രണ്ടും കൂടെ വൈരുദ്ധ്യമില്ല എന്നാക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇയാൾക്ക് ഇടത്തെ കൈ ബാക്കിൽ കൂടെ ആരും കാണാതെ തരാൻ വേണ്ടിയിട്ട് ഇടത്തെ കൈ ബാക്കിൽ പിടിക്കേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ ബാക്കിൽ പിടിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് അയാളുടെ ഇടത്തെ കൈ മുന്നിലേക്ക് നീട്ടിക്കൊണ്ടും വലത്തെ കൈ പിന്നിലാക്കിക്കൊണ്ടും അവിടെ നിന്നാൽ പോരെ. പിന്നെ മലക്കെന്താ ചെയ്യുക? അങ്ങനെയല്ല ചെയ്യാം. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്താൽ മതി. എൻ്റെ അഭിപ്രായം അതാണ്. നിങ്ങൾ പരലോകത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ ഇടത്തെ കൈ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് നിൽക്കാം, നിങ്ങളുടെ വലത്തെ കൈ പിന്നിലാക്കിയിട്ട് നിൽക്കാം. അപ്പോൾ അള്ളാഹു പറഞ്ഞതനുസരിച്ച് സൽക്കർമ്മം ചെയ്തവർക്ക് മുന്നിലൂടെ വലത്തെ കയ്യിൽ കൊടുക്കേണ്ടി വരും, ദുഷ്കർമ്മം ചെയ്തവർക്ക് പിന്നിലൂടെ ഇടത്തെ കയ്യിലും കൊടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ ഇടത്തെ കൈ മുന്നിലും വലത്തെ കൈ പിന്നിലുമാണ് പിടിച്ചിട്ടുള്ളത് എങ്കിൽ ഈ മലക്ക് എന്ത് ചെയ്യും? മുന്നിൽ കൂടെ കൊണ്ടുവന്ന് തരേണ്ടി വരും ഇടത്തെ കൈ തരണമെങ്കിൽ. അതല്ല വലത്തെ കൈയിലാണ് നിങ്ങളുടെ കിതാബ് കൊണ്ടുവന്ന് തരുന്നതെങ്കിൽ അള്ളാഹു പറഞ്ഞത് വെള്ളത്തിലാവും ചെയ്യും. ഇങ്ങനെയുള്ള ഓരോരോ വിഡ്ഢിത്തങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ ഇടത്തെ കൈ വലത്തെ കൈ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ഈ വഷളത്തരങ്ങളൊക്കെ പറയുന്നത്? ഇത്തരം വിശദാംശങ്ങൾ പറയാൻ പോയതുകൊണ്ടാണ് മുഹമ്മദും മുഹമ്മദിൻ്റെ ഖുർആനും നിലവാരം കുറഞ്ഞ സാധനമായത്. അതേ കാരണം കൊണ്ടാണ് മക്കക്കാർ മുഹമ്മദിനെ തിരസ്കരിച്ചതും പുച്ഛിച്ച് പരിഹസിച്ച് തള്ളിയതും. ഇത്തരം വഷളത്തരങ്ങളൊന്നും പറയാതെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയിരുന്നെങ്കിൽ അനാവശ്യമായ ആവർത്തനങ്ങളും ഈ കീലേരി അച്ചു സ്റ്റൈലിലുള്ള ഈ ഭീഷണികളൊക്കെ ഒഴിവാക്കിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ ചുരുക്കി മാന്യമായ ഭാഷയിൽ പറഞ്ഞു പോയിരുന്നെങ്കിൽ ഇത്രയും വലിയ നാണക്കേട് മുഹമ്മദിന് മക്കയിൽ സംഭവിക്കുമായിരുന്നില്ല. മുഹമ്മദ് ഇതുപോലെ ഒരു നിലവാരവുമില്ലാത്ത ബുദ്ധിശൂന്യമായിട്ടുള്ള വഷളത്തരങ്ങൾ നിരന്തരമായി പറഞ്ഞതുകൊണ്ടാണ് മുഹമ്മദ് മക്കയിൽ പരിഹസിക്കപ്പെട്ടത്. 13-ാമത്തെ വാക്യം, അവൻ അവൻ്റെ സ്വന്തക്കാർക്കിടയിൽ വെച്ച് സന്തുഷ്ടനായിരുന്നു, അവൻ ധരിച്ചു അവൻ മടങ്ങി വരുന്നതേയല്ല എന്ന്, ഇല്ലാതെ നിശ്ചയമായും അവൻ്റെ റബ്ബ് അവനെപ്പറ്റി കണ്ടറിയുന്നവനായിരുന്നു. ഇതാണ് 13-ാമത്തെ വാക്യത്തിൽ പറയും. നോക്കൂ, ഇവരെ ഇടത്തെ കയ്യിൽ അല്ലെങ്കിൽ പിൻഭാഗത്ത് കൂടെ കിതാബ് കൊടുത്തിട്ട് നേരെ നരകത്തിൽ കൊണ്ടുപോകാനുള്ള കാരണം ഈ പറയുന്നതാണ്. അവൻ അവൻ്റെ സ്വന്തക്കാർക്കിടയിൽ വെച്ച് സന്തുഷ്ടനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വന്തക്കാരുടെ കൂടെ, കുടുംബത്തിൻ്റെ കൂടെ സന്തോഷമായിട്ട് മനുഷ്യർ ജീവിക്കുന്നത് ഈ ചങ്ങാതിക്ക് കണ്ടുകൂടാ, മുഹമ്മദിന് കണ്ടുകൂടാ. കാരണം മുഹമ്മദിന് അസൂയയായിരുന്നു. മക്കയിലുള്ള സന്തോഷമായി ജീവിക്കുന്ന സമ്പന്നരായിട്ടുള്ള സ്വാധീനമുള്ള പ്രമാണിമാരായിട്ടുള്ള ആളുകളോട് മുഹമ്മദിനുണ്ടായിരുന്ന വികാരം തികഞ്ഞ അസൂയയായിരുന്നു. ആ അസൂയയിൽ നിന്നും കുശുമ്പിൽ നിന്നുമാണ് മുഹമ്മദ് ഈ വാചകങ്ങളെല്ലാം രൂപപ്പെടുത്തിയിട്ടുള്ളത്. മനുഷ്യർ സന്തോഷിക്കുന്നതിൽ ഇത്രയേറെ അസഹിഷ്ണുത എന്തിനാണ് മനുഷ്യരെ സൃഷ്ടിച്ച ഒരു ദൈവത്തിന്? എന്നിട്ട് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യമായിട്ട് പറയുന്നത് പിന്നെയും കള്ളും പെണ്ണും കുടിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ സന്തോഷിക്കാൻ സൗകര്യം തരാം, ഇവിടെ നിങ്ങൾ സന്തോഷിക്കാൻ പാടില്ല. എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത്. മനുഷ്യർ സന്തോഷിക്കുന്നതിലാണ് അസഹിഷ്ണുത. ഇത് ഇസ്ലാമിൻ്റെ കൾച്ചറായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് തന്നെയാണ് ഇസ്ലാമിക ഭീകരവാദികൾ എവിടെയൊക്കെ ബോംബ് കൊണ്ടേ പൊട്ടിക്കുന്നു, എവിടെയൊക്കെ പോയിട്ട് ചാവേറുകളായി പൊട്ടിത്തെറിക്കുന്നു എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം.
മനുഷ്യർ സന്തോഷിക്കുന്ന പാർക്കുകളിൽ, ബീച്ചുകളിൽ, കലാ കേന്ദ്രങ്ങളിൽ, നൈറ്റ് ക്ലബ്ബുകളിൽ, എവിടെയൊക്കെയാണോ മനുഷ്യർ സന്തോഷം പങ്കിടുന്നത് അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ബോംബിടുകയാണ് ഈ ഇസ്ലാമിക ഭീകരവാദികൾ ചെയ്യുന്നത്. കാരണം അവർക്ക് ഇവിടെ ഈ സന്തോഷമൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. കാരണം അതെല്ലാം അവരുടെ മതം വിലക്കിയിരിക്കുന്നു. അപ്പോൾ മറ്റുള്ള ആളുകൾ, ഈ മതത്തിൽ പെടാത്ത ആളുകൾ അങ്ങനെയുള്ള സന്തോഷങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു. അപ്പോൾ അത് ഇവർക്ക് സഹിക്കാനും കഴിയുന്നില്ല. അങ്ങനെ ആ മനുഷ്യരിലേക്ക് ഈ അസൂയയും വിദ്വേഷവും സങ്കുചിതത്വവും കുത്തിവെക്കുകയാണ് ഈ ആശയം വഴി. മനുഷ്യർ സന്തോഷിക്കുന്നതിന് എന്തിനാണ് ഈ ദൈവം ഇത്ര അസഹിഷ്ണുവാകുന്നത്? മനുഷ്യരെന്തെങ്കിലും തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ദേഷ്യപ്പെടുന്നോട്ടെ, അതിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ തിന്മ ചെയ്യുന്നതിനല്ല, മനുഷ്യർ സന്തോഷിക്കാൻ പാടില്ല. മനുഷ്യർ സമയം ഉറങ്ങാൻ പോലും പാടില്ല. ഉറങ്ങാതെ ഈ ദൈവത്തിൻ്റെ സ്തുതിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും ഇരിക്കണം എന്നാണ് ഈ ദൈവം പറയുന്നത്. ദൈവം എന്ന് പറയുന്ന ഒരു കഥാപാത്രം തന്നെ എത്രമാത്രം വൃത്തികെട്ട കഥാപാത്രമാണ് ഈ ഖുർആൻ അനുസരിച്ച്. ഒരു സങ്കുചിത ചിത്തനായിട്ടുള്ള, ഒരു കുശുംബനായിട്ടുള്ള ഒരു വ്യക്തി, എന്നിട്ട് സ്വന്തം സൃഷ്ടികൾ സന്തോഷിക്കുന്നിടത്തെല്ലാം അസഹിഷ്ണുത പോയി വിളമ്പുക. ഇതൊക്കെ ദൈവം പറഞ്ഞതാണോ അതോ സംസ്കാരശൂന്യനായ ഒരു മനുഷ്യൻ തനിക്ക് ചുറ്റും ജീവിച്ചിരുന്ന മനുഷ്യരോട് തോന്നിയ അസൂയയുടെ ഫലമായിട്ട് പറഞ്ഞതാണോ? സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം മനസാക്ഷിയോട് ഈ ചോദ്യം ചോദിച്ചാൽ മതി, ഉത്തരം കിട്ടും. 16. എന്നാൽ അസ്തമയ ശോഭ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു, രാത്രിയും അത് ഉൾക്കൊള്ളുന്നവയും കൊണ്ടും ചന്ദ്രൻ പൂർണ്ണത പ്രാപിക്കുമ്പോൾ അതുകൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു, തീർച്ചയായും നിങ്ങൾ ഘട്ടം ഘട്ടമായി കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി അള്ളാഹു എന്ന് പറയുന്ന ദൈവം 2-3 സാധനങ്ങൾ പെറുക്കിക്കൊണ്ടുവന്നിട്ട് സത്യം ചെയ്യുകയാണ്. എന്തൊക്കെ സാധനങ്ങളാണ്? അസ്തമയ ശോഭ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊന്നും ശരിക്കും ഈ പറയുന്ന അർത്ഥമൊന്നുമുള്ള വാക്കുകളല്ല. കാരണം ഈ വാക്കുകളുടെ അർത്ഥം എന്ത് എന്നതിനെക്കുറിച്ച് നിരവധി തർക്കങ്ങളും അഭിപ്രായങ്ങളും മുഫസ്സിറുകൾക്കിടയിലുള്ളതായിട്ട് നമുക്ക് രേഖകളിൽ കാണാം. അപ്പോൾ പ്രാസം ഒപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ടുള്ള വാക്കുകളാണിത്. ആ വാക്കുകളുടെ അർത്ഥം പിന്നീട് വ്യാഖ്യാനിച്ച് ഉണ്ടാക്കുകയാണ്. ഈ അസ്തമയ ശോഭ എന്ന് പറഞ്ഞത് അസ്തമയ സമയത്തുള്ള ചുവപ്പ് നിറമാണ്, വെളുപ്പ് നിറമാണ്, മഞ്ഞ നിറമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല വ്യാഖ്യാനങ്ങളുണ്ട്. രാത്രിയും അത് ഉൾക്കൊള്ളുന്നവയും കൊണ്ടും എന്നാണ് ആദ്യം പറഞ്ഞത്. ഫലാ ഉഖ്സിമു ബി ഷഫഖ്, രാത്രിയുടെ ഷഫക്ക് കൊണ്ട് സത്യം ചെയ്യുന്നു. വല്ലേലി വമാ വസഖ, രാത്രിയും അത് ഉൾക്കൊള്ളുന്നവയും കൊണ്ടും. രാത്രി ഉൾക്കൊള്ളുന്നവ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നൊന്നും വ്യക്തമല്ല. അതൊക്കെ ഇവിടെ വാക്കുകൾ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള ഒരു അർത്ഥം മാത്രമാണ്, വേറെ ആശയമൊന്നും അതിനകത്തില്ല. രാത്രിയിൽ ഉൾക്കൊള്ളുന്ന എന്താണ്? അത് സൂര്യനാണ്, അത് ചന്ദ്രനാണ്, നക്ഷത്രങ്ങളാണ്, അതെല്ലാം രാത്രിയിലെ വേറെ സാധനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുളുന്നുണ്ട്. ചന്ദ്രൻ പൂർണ്ണത പ്രാപിക്കുമ്പോൾ അതിനെ കൊണ്ടും, അപ്പോൾ പൂർണ്ണ ചന്ദ്രൻ വരുമ്പോൾ അതിനെ കൊണ്ടും, രാത്രിയെ കൊണ്ടും ചന്ദ്രനെ കൊണ്ടും അസ്തമയ ശോഭയെ കൊണ്ടുമൊക്കെ അള്ളാഹു സത്യം ചെയ്തിട്ട് പറയുകയാണ്. എന്താണ് സത്യം ചെയ്ത് പറയുന്നത്? തീർച്ചയായും നിങ്ങൾ ഘട്ടം ഘട്ടമായി കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് പറയാനാണ് ഈ 3 സാധനങ്ങൾ പൊക്കിപ്പിടിച്ചിട്ട് അള്ളാഹു സത്യം ചെയ്തിരുന്നത്. ഈ തീർച്ചയായും നിങ്ങൾ ഘട്ടം ഘട്ടമായി കയറിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞതിന് 900 അർത്ഥങ്ങളും ആശയങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് തഫ്സീറുകളിൽ എഴുതി വെച്ചിട്ടുള്ളത്. നേരം വെളുത്ത് വൈകുന്നേരം ആവോളം പറഞ്ഞാൽ തീരാത്ത അത്ര വ്യാഖ്യാനങ്ങൾ അതിന് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ചില ആൾക്കാർ പറയുന്നത് ഒരു മനുഷ്യൻ ശുക്ലദശ മുതൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം അങ്ങനെയുള്ള വളർച്ചയുടെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യരെ പൊതുവായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. വേറൊരു സ്ഥലത്ത് പറയുന്നത് മനുഷ്യർ കഷ്ടപ്പാടും ദാരിദ്ര്യവും പിന്നെ മെച്ചപ്പെട്ട അവസ്ഥയും അങ്ങനെ ജീവിതത്തിൽ പല ക്ലേശങ്ങളും സമൃദ്ധിയും ഒക്കെ മാറി മാറി വന്നുകൊണ്ട് അങ്ങനെയുള്ള പല ഘട്ടങ്ങളിലൂടെ മനുഷ്യർക്ക് ജീവിച്ച് പോകേണ്ടതുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് വേറൊരു വ്യാഖ്യാനം. ഈ നരകത്തിൽ പോകാനുള്ള ആൾക്കാരുണ്ടല്ലോ, അവിശ്വാസികൾ, അവർക്ക് മരണത്തിന് ശേഷം മരണം, പിന്നെ അത് കഴിഞ്ഞ് ഖബറിലെ ശിക്ഷ, അത് കഴിഞ്ഞ് ബർസക്കിലെ അവരുടെ ജീവിതകാലം, അത് കഴിഞ്ഞിട്ട് മഹ്ശറിലെ വിചാരണ, അത് കഴിഞ്ഞിട്ടുള്ള നരകത്തിലെ ഭീകരമായിട്ടുള്ള ശാശ്വത ജീവിതം, അങ്ങനെയുള്ള നരകവാസികളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് വേറൊരു വ്യാഖ്യാനം. മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികളുടെ ഘട്ടങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് വേറൊന്ന് പറയുന്നത് മുഹമ്മദ് ആകാശത്തേക്ക് കയറിപ്പോയ സംഭവമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവിടെ ഇങ്ങനെ ഓരോ ആകാശത്തു കൂടെ കയറി 7-ാം ആകാശത്തേക്ക് പോയി, അതാണ് ഉദ്ദേശിച്ചത് എന്ന് വേറൊരു വ്യാഖ്യാനം.
അതിനൊക്കെ പുറമെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള വ്യാഖ്യാതാക്കൾ പറഞ്ഞത് ഇത് മനുഷ്യ സമൂഹത്തിൻ്റെ മൊത്തം പുരോഗതിയെക്കുറിച്ചാണ് ഇവിടെ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത്. മനുഷ്യർക്ക് പുരോഗതി പ്രാപിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. അതിനെ നമ്മുടെ അമാനി മൗലവിയെ പോലുള്ള ആളുകൾ എതിർത്തിട്ടുണ്ട്. അതൊക്കെ അതിര് കടന്ന വ്യാഖ്യാനമാണെന്നും അങ്ങനെ ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല എന്നും അതൊക്കെ അത്യന്താധുനികക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നും പറഞ്ഞിട്ട് ആ വ്യാഖ്യാനത്തെ അമാനി മൗലവി ചീത്ത പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ. ഇങ്ങനെ ഓരോരുത്തരും ഓരോ വ്യാഖ്യാതാക്കളും അവർക്ക് വായി തോന്നിയതൊക്കെ അർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായൊരു ആശയം എന്താണ് എന്ന് വ്യക്തമല്ലാത്ത ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പ്രപഞ്ച സൃഷ്ടാവായ പടച്ചോൻ 2-3 സാധനങ്ങൾ പൊക്കിപ്പിടിച്ച് സത്യം ചെയ്തത്. ഈ സത്യം ചെയ്തിട്ടൊക്കെ പറയുമ്പോൾ പറയുന്ന കാര്യം എന്താണെന്നുള്ളത് മനുഷ്യന് മനസ്സിലാവണ്ടേ. തീർച്ചയായും നിങ്ങൾ ഘട്ടം ഘട്ടമായി കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി അടുത്ത വാക്യം 20. എന്നിരിക്കെ എന്താണ് ഇവർ വിശ്വസിക്കുന്നില്ല. അസ്തമയ ശോഭയും രാത്രിയും പൂർണ്ണചന്ദ്രനും ഒക്കെ പൊന്തിച്ചു പിടിച്ചിട്ട് സത്യം ചെയ്തിട്ട് പറയാണ് ഇവർക്ക് എന്താണ്, ഇവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ പയ്യാരം പറയാനാണ് അള്ളാഹു ഇപ്പോൾ ഈ ചന്ദ്രനെയും രാത്രിനെയും സന്ധ്യാശോഭയെയും ഒക്കെ പൊക്കിപ്പിടിച്ച് സത്യം ചെയ്തത്. 21. അവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്യുന്നുമില്ല. മക്കാർ ഈ ഖുർആൻ കേട്ടാൽ എങ്ങനെ സുജൂദ് ചെയ്യുക? എന്തെങ്കിലും ഒരു നിലവാരമുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അല്ലേ മനുഷ്യന്മാർ ഇത് സുജൂദ് ചെയ്യാൻ പോയിട്ട് ഇത് കേട്ടിരിക്കാൻ പറ്റുള്ളൂ. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയില്ല ഇത് ഭ്രാന്താന്നുള്ളത്. അതുകൊണ്ടല്ലേ അവർ മുഹമ്മദിന് ഭ്രാന്താണ്, മുഹമ്മദിന് മരണം ബാധിച്ചതാണ്, മുഹമ്മദ് പൂർവികരുടെ കെട്ടുകഥകൾ ഇങ്ങനെ വിളമ്പുകയാണ്, മുഹമ്മദ് മരണം ബാധിച്ച് എന്തൊക്കെയോ വിളിച്ച് പറയാണ്, ചിലപ്പോൾ മുഹമ്മദ് ഒരു പടു കവിയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കി. കാരണം അതൊക്കെ അവർ ഇതിനകത്ത് കേൾക്കുന്നുള്ളൂ. ഈ ഖുർആനിൽ നമ്മളിപ്പോൾ ഈ ഇതുവരെ എടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ കേട്ട ഈ ഖുർആൻ വാക്യങ്ങൾ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ അത് മുഴുവൻ കേൾക്കേണ്ട ഗതികേട് വന്നവരാണ് മക്കാർ. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് കേട്ടിട്ട് സുജൂദ് ചെയ്യാൻ തലക്ക് വെളിവുള്ള ആരെങ്കിലും കിട്ടുമോ? അതൊക്കെ കേട്ടാൽ പരിഹസിക്കാനും ചിരിക്കാനും അല്ലേ തോന്നുള്ളൂ. അത്രമാത്രം നിലവാരം കുറഞ്ഞ, വിരോധാഭാസങ്ങൾ കുറഞ്ഞ, ദൈവം എന്നൊരു സങ്കല്പത്തെ തന്നെ പരിഹസിക്കുന്ന തരത്തിൽ യാതൊരു മൂല്യവുമില്ലാത്ത, അർത്ഥവുമില്ലാത്ത കുറേ പടു കവിതകൾ പറയുകയും പിന്നെ കുറേ പയ്യാരങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ കുറേ പഴങ്കഥ പറയുകയും പിന്നെ കുറേ ഭീഷണിപ്പെടുത്തുകയും പിന്നെ കുറേ ദൃഷ്ടാന്തം പറയുകയും ലക്ഷണം പറയുകയും പിന്നെ കുറേ സാധനങ്ങൾ പെറുക്കി കൂട്ടിയിട്ട് അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഖുർആൻ കേട്ടാൽ ആരാണ് ഭക്തി കൊണ്ടും വിശ്വാസം കൊണ്ടും സുജൂദ് ചെയ്യാൻ പോവുക? ഇത് കേട്ട് ചിരിക്കാനേ തോന്നുള്ളൂ. നമുക്കും ഇത് വായിച്ചപ്പോൾ ചിരി തന്നെയാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഈ ഖുർആൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ പരിഭാഷ വായിച്ചിട്ട് ഇതിൻ്റെ ആശയം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഒരു പക്ഷേ ദിവസം 5 നേരം സുജൂദ് ചെയ്യുന്ന ഒരു വിഡ്ഢി വിശ്വാസിയായിട്ട് ഇന്നും കഴിഞ്ഞുകൂടിയേനെ. ഭാഗ്യത്തിനാണ് ഇത് വായിക്കണം തോന്നിയത്. ഇത് വായിച്ചപ്പോഴാണ് ഇതിനകത്ത് ഒരു ചുക്കുമില്ല എന്നുള്ളതും ഇതൊരു നിലവാരവും ഇല്ലാത്ത ഒരു സാധനമാണ് എന്ന് നമുക്ക് മനസ്സിലായത്. എന്നിട്ട് ഇത് കേട്ടിട്ട് ആര് സുജൂദ് ചെയ്യണില്ലോ എന്ന് പറഞ്ഞിട്ട് പയ്യേരം പറയാണ്. ആര്? പ്രപഞ്ച സൃഷ്ടാവായ പടച്ചോൻ സത്യം ചെയ്തിട്ട് പൂർണ്ണചന്ദ്രനെ പൊക്കി പിടിച്ചിട്ടും രാത്രിയെ പൊക്കി പിടിച്ചിട്ടും സന്ധ്യാശോഭയെ പൊക്കി പിടിച്ചിട്ടും സത്യം ചെയ്തുകൊണ്ട് ഈ അള്ളാഹു പയ്യേരം പറയാണ് ഇവരാരും വിശ്വസിക്കണില്ലല്ലോ, ഇവരാരും എൻ്റെ കേട്ടിട്ട് എൻ്റെ വർത്തമാനം കേട്ടിട്ട് എൻ്റെ പാട്ട് കേട്ടിട്ട് ആരും സുജൂദ് ചെയ്യണില്ലല്ലോ എന്ന് പയ്യേരം പറയേണ്ടി വരും. കാരണം ഒരു ദൈവമായാൽ ഈ നിലവാരം പോരാ. ഇത് കുറച്ച് ചിന്താ നിലവാരമുള്ള, സംസ്കാര നിലവാരമുള്ള ഒരു മനുഷ്യൻ്റെ നിലവാരം പോലും ഇതിനില്ല. അതുകൊണ്ടാണ് ആരെയും സുജൂദ് ചെയ്യാനും വിശ്വസിക്കാനും അന്ന് കിട്ടാതിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദിന് ഇത്രയേറെ വിദ്വേഷവും അസൂയയും ഉണ്ടായത്. അവസാനം പ്രതികാര ബുദ്ധിയോടുകൂടി ഈ പാട്ടുപാടി നടന്നുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, ഈ ഖുർആൻ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, വാളെടുത്താലേ കാര്യം നടക്കുള്ളൂ എന്ന് തോന്നിയിട്ട് മുഹമ്മദ് പോയി വാളെടുത്തിട്ട് കാര്യം സാധിച്ചതും ഇതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ വാളെടുത്ത് വെട്ടിയപ്പോൾ ആൾക്കാർക്ക് നിവൃത്തിയില്ലാതെ അവരിതിന് കീഴടങ്ങി. എന്നിട്ട് അവർ മുനാഫിക്കുകളായിട്ട് കൂടെ കൂടി. ആ മുനാഫിക്കുകൾ അവരുടെ അടുത്ത തലമുറയ്ക്ക് ഇതൊരു വിശ്വാസമായി പകർന്നു നൽകി. അങ്ങനെയാണ് ഇത് ലോകത്ത് ഒരു വിശ്വാസ സിദ്ധാന്തമായിട്ട് പരന്നത്. ആദ്യം മുഹമ്മദിൻ്റെ കൂടെ കൂടിയവരാരും വിശ്വസിച്ചിട്ട് കൂടിയതല്ല. മുഹമ്മദ് മരിച്ചതിൻ്റെ പിറ്റേന്ന് ഈ കൂടിയവർ മുഴുവൻ ഇതിനകത്തുനിന്ന് തിരിച്ചു പോയി എന്നുള്ള കഥ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? മുഹമ്മദിൻ്റെ കൂടെ കൂടിയിരുന്നത് വിശ്വസിച്ചുകൊണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം മുഹമ്മദ് വാളെടുത്ത് വെട്ടുകയും കൊള്ളയടിക്കുകയും കൊള്ള മുതൽ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മുഹമ്മദിൻ്റെ കൂടെ കുറേ ആൾ കൂടി അവർ മുനാഫിക്കുകളായിട്ട് മുഹമ്മദിൻ്റെ കൂടെ ജീവിച്ചു. പക്ഷേ അവരുടെ മക്കളെ
അവരിതൊരു വിശ്വാസമായിട്ട് പഠിപ്പിച്ചതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ടുള്ള പുതിയ തലമുറകൾ ഇതൊരു വിശ്വാസമായി സ്വീകരിച്ചു വന്നു. അവരൊരിക്കലും ഇത് എന്താണ് സാധനം, ഇതിൻ്റെ നിലവാരം എന്താണ് എന്ന് പരിശോധിക്കാൻ കൂട്ടാക്കാത്തതുകൊണ്ടാണ് അവരിതിൻ്റെ വിശ്വാസികളായി തീർന്നത്. ഇതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസികളായ ഓരോരുത്തരും ഒരു കണ്ണാടിക്ക് മുമ്പിൽ പോയി നിന്നിട്ട് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക, ഞാൻ എന്തുകൊണ്ടാണ് ഈ മതം വിശ്വസിച്ചതെന്ന്. ഈ മതത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമാണ് എന്ന് ബോധ്യപ്പെടുകയും മറ്റു മതങ്ങളെക്കാളൊക്കെ മെച്ചപ്പെട്ടതാണിത് എന്ന് എനിക്ക് ഉറപ്പാവുകയും ചെയ്തുകൊണ്ട് ഞാനതങ്ങ് സ്വീകരിച്ചതാണ് എന്ന് നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് ഒരിക്കലും പറയില്ല. നിങ്ങൾ ചിലപ്പോൾ പുറത്ത് കള്ളം പറയും, പക്ഷേ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചാൽ ആ മനസാക്ഷി നിങ്ങൾക്ക് നൽകുന്ന ഉത്തരം നിങ്ങളുടെ വാപ്പയും വാപ്പാൻ്റെ വാപ്പയും ഒക്കെ ഇത് വിശ്വസിച്ചു, അവരിത് നിങ്ങൾക്ക് പകർന്നു തന്നു, നിങ്ങളും കണ്ണുകൂട്ടി വിശ്വസിച്ചു, നിങ്ങളൊരിക്കലും ഇത് സത്യമാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല. അത് പരിശോധിക്കാൻ നിങ്ങൾ ഒരു നിമിഷം തയ്യാറായാൽ ഇതിൻ്റെ നിലവാരം നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങൾ ഈ വിശ്വാസം ഉപേക്ഷിക്കും. നിങ്ങൾ വിശ്വാസം ഉപേക്ഷിക്കല്ല, ഈ വിശ്വാസം നിങ്ങളെ ഉപേക്ഷിച്ച് സ്ഥലം വിടും. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. നൈസർഗികമായി തന്നെ ഈ വിശ്വാസം നിങ്ങളെ വിട്ടു പോകും. കാരണം അത്രമാത്രം യുക്തിഹീനവും അത്രയും നിലവാരമില്ലാത്തതുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. 22-ാമത്തെ വാക്യം, പക്ഷേ അവിശ്വസിച്ചവർ വ്യാജമാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർ അവിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അവർ സൂക്ഷിച്ചു വെക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു നല്ലവണ്ണം അറിയുന്നതാണ്. അവരവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നതൊക്കെ അള്ളാഹു അറിയുമെന്നാണ്. ആകയാൽ അവർക്ക് വേദനയേറിയ ഒരു ശിക്ഷയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കുക. ശിക്ഷയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കുക. ഉള്ളിലുള്ള ആ വിദ്വേഷം കാരണമാണ് ഈ വിപരീതാർത്ഥത്തിൽ പറയുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. അപ്പോൾ അവരെ ശിക്ഷ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഇത് അവിടെ ഉണ്ടായിരുന്ന ഏതാനും വ്യക്തികളെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്നാണ് ഇതിൻ്റെ തഫ്സീറുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ അവസാനം പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അബ്ദ് യലായിൽ എന്ന പേരുള്ള ഒരാളുടെ 3 മക്കളുണ്ടായിരുന്നു, മസ്ഊദ്, ഹബീബ്, റബിയ. ഈ 3 മക്കളെയും ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞത്. ഈ അവസാനം പറഞ്ഞ വാക്യങ്ങളെല്ലാം പറഞ്ഞത് അവരവിശ്വസിക്കുകയാണ്, അവരൊരിക്കലും നേരാൻ പോകുന്നില്ല, അവർ നരകത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറഞ്ഞത് ആ 3 പേരെയാണ് എന്നാണ് തഫ്സീറിൽ കാണുന്നത്. അവർ നരകത്തിലാവും എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇവിടെ. പക്ഷേ തഫ്സീറുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത് ഈ പറഞ്ഞ 3 പേരിൽ 2 പേര് പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു, ബദർ യുദ്ധത്തിലും ഉഹുദ് യുദ്ധത്തിലും മറ്റ് യുദ്ധങ്ങളിലുമൊക്കെ പങ്കെടുത്ത് ഇസ്ലാമിൻ്റെ കർമ്മഭടന്മാരായി മാറി എന്നാണ്. ഈ 3 പേരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്, ഇവർ 3 ആളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവർ വിശ്വസിക്കാൻ പോകുന്നില്ല, അവർ സുജൂദ് ചെയ്യാൻ പോകുന്നില്ല, അവർ നരകത്തിലേക്കാണ് പോവുക എന്ന് അള്ളാഹു ആയത്തിറക്കിയത്. പക്ഷേ അവരിൽ ആ 3-ൽ 2 പേരും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്നും ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിന് ഇതുപോലെ എത്ര അമളികളാണ് മക്കയിൽ പറ്റിയിട്ടുള്ളത്. പക്ഷേ അള്ളാഹുവിന് പറ്റിയ അമളികളുടെ മുഴുവൻ ചിത്രവും നമുക്കൊരിക്കലും കിട്ടില്ല. കാരണം ഈ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്, ഇതിൻ്റെ സന്ദർഭ വിവരണങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ളത് ഇതൊക്കെ സംഭവിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അപ്പോഴേക്ക് ഇസ്ലാം വലിയൊരു സംഭവമായി, വലിയൊരു സാമ്രാജ്യമായി വികസിച്ചു. അപ്പോൾ ഈ കഥ വിശ്വസിക്കുന്ന ആളുകളുടെ മുമ്പിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ വ്യാഖ്യാതാക്കളും ഈ സന്ദർഭം വിവരിക്കുന്ന ചരിത്രകാരന്മാരൊക്കെ എഴുതി വെച്ചിട്ടുള്ളൂ. എന്നിട്ടും അറിയാതെ ചിലതൊക്കെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് കിട്ടുന്നു എന്നതുകൊണ്ടാണ് നമുക്ക് ഈ കോമഡി മനസ്സിലാവുന്നത്. അതാണ് മക്കയിൽ ആരെയൊക്കെ സംബോധന ചെയ്തുകൊണ്ടാണോ മുഹമ്മദ് ഈ ഭീഷണികൾ മുഴുവൻ മുഴക്കിയത് എന്ന് നോക്കിയാൽ അന്ന് അബൂ സുഫിയാൻ ഉൾപ്പെടെ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള നിരവധി ഖുറൈശി പ്രമാണിമാരുടെ മുഖത്ത് നോക്കിയാണ് അള്ളാഹു ഈ ചീത്ത പറഞ്ഞിട്ടുള്ളതും നിങ്ങൾ നരകത്തിലായിരിക്കുമെന്ന് പ്രവചിച്ചിട്ടുള്ളതും ഒക്കെ. പക്ഷേ അള്ളാഹുവിന് പറ്റിയത് മുഴുവൻ അമളിയായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് പിന്നീട് അവരിൽ ഭൂരിപക്ഷം ആളുകളും ഇസ്ലാമിൽ ചേർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും അതുപോലെ തന്നെ ഈ 3 മക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ നരകത്തിൽ പോകുമെന്ന് പ്രവചിച്ചു. പക്ഷേ ആ 3 പേരിൽ 2 പേരും പിന്നെ ഇസ്ലാമിൻ്റെ ആളുകളായി മാറി എന്നതാണ് ചരിത്രം. അപ്പോൾ അള്ളാഹുവിന് നിരന്തരമായിട്ട് അമളികൾ പറ്റുകയായിരുന്നു മക്കയിൽ. കാരണം നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ ആയത്തിറക്കുമ്പോൾ മുഹമ്മദിന് യാതൊരു ഗ്രാഹ്യവും ഉണ്ടായിരുന്നില്ല. മുഹമ്മദിന് ഗ്രാഹ്യമില്ലാത്ത ഒരു കാര്യവും മുഹമ്മദിൻ്റെ അള്ളാഹുവിനും അറിയുമായിരുന്നില്ല. അല്ലെങ്കിൽ സർവജ്ഞാനിയാണ് ആയ ഒരു പടച്ചോൻ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി അറിയാവുന്ന ഒരു പടച്ചോനാണെങ്കിൽ ഭാവിയിൽ ഇസ്ലാമിൽ വന്നിട്ട് ഇസ്ലാമിന് വേണ്ടി പടപൊരുതാൻ സാധ്യതയുള്ള ആളുകളുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ നരകത്തിൽ പോയിടാ എന്ന് പ്രവചിക്കുമോ? അമളിയല്ലേ പറ്റിയത് അള്ളാഹുവിന്? ഒരുപാട് അമളികൾ അള്ളാഹുവിന് ഇതുപോലെ പറ്റിയതായിട്ട് കാണാം.
അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ചരിത്രം രചിക്കപ്പെട്ടിട്ടുള്ളത്, ഖുർആൻ്റെ വ്യാഖ്യാനങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഈ വരികൾക്കിടയിൽ നിന്ന് കുറച്ചൊക്കെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് അത്തരത്തിലുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നു എന്നതുകൊണ്ടാണ് അള്ളാഹുവിന് ഒരുപാട് അമളികൾ മക്കയിൽ പിണഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതുപോലെ തന്നെ മക്കയിലുള്ള ഏതാനും പ്രമാണിമാരുടെ മുഖത്ത് നോക്കിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക എന്നതായിരുന്നു ഈ അധ്യായത്തിലും മുഹമ്മദ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഭീഷണി കേട്ട പലരും പിന്നീട് മുഹമ്മദിൻ്റെ മതം സ്വീകരിച്ചിട്ടുണ്ട് എന്ന ചരിത്ര യാഥാർത്ഥ്യം പല്ലിളിച്ച് നിൽക്കുന്നു. മറ്റൊരു അധ്യായവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.